ഇത് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞു. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോഴും അതുപോലെ തന്നെ ദൈവത്തിന്റെ രംഗങ്ങളിലും എന്ന് പറഞ്ഞാൽ സാമൂഹിക രംഗങ്ങളിലെല്ലാം നാം എപ്പോഴും ഓർക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരു മഹത്തായ കാര്യമാണ്. ഇത് നമ്മൾ എന്ന് ഉപേക്ഷിച്ചോ അന്ന് മുതൽ സംഘടനകൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും ഓരോ രാഷ്ട്രങ്ങൾ തമ്മിലായാലും ഒക്കെ തന്നെ കലഹങ്ങളും കുഴപ്പങ്ങളും നാട്ടിൽ നാശമുണ്ടായി. നന്മയും ഒരാ ക്രിസ്തുവിൽ ഹസനത്ത് പോലെ ചെയ്യുക, നന്മയും തിന്മയും തുല്യമല്ല. നിന്നോട് ഇങ്ങോട്ട് എതിർക്കുന്നവനോട് ഏത് നിലക്കുള്ളതായാലും അതിനെ നന്മ കൊണ്ട് അങ്ങോട്ട് എതിർക്കുക. എങ്കിൽ ആര് തമ്മിലാണ് ശത്രുതയുള്ളത് ആ ശത്രുതയെല്ലാം പോയി നിങ്ങൾ ഉത്തമ സുഹൃത്തുക്കളായി മാറുന്നവർ. പക്ഷെ അതിന്റെ ശേഷം തന്നെ അള്ളാഹുത്താൽ ഓർമ്മിക്കുന്ന വെച്ചാലോ മായുലക്കാഹായില്ലല്ലദീന സബറു. പക്ഷെ എല്ലാവർക്കും ഇത് സാധ്യമല്ല എന്നാണ്. അങ്ങേയറ്റം ക്ഷമ പാലിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുന്നുള്ളൂ. എന്താ പറയുക, മഹത്തായ ഗുണങ്ങളുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ ഇത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചത്, ഇന്ന് നമ്മളുടെ പ്രബോധന രംഗത്ത് വാസ്തവത്തില് ഏത് വിഭാഗമായിരുന്നാലും അത് നമ്മളുടെ മാത്രമൊന്നല്ല, അങ്ങനെ ആ പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങളാണോ സ്വീകരിച്ചു വരുന്നത്? പ്രബോധനം എന്ന് പറയുന്നത് തന്നെ എന്തിനാണോ? തന്റെ സമസൃഷ്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമല്ലേ ഇതിന്റെ ആവശ്യമുള്ളൂ. അതാണല്ലോ ഞാൻ വിശ്വസിക്കുന്ന സത്യസന്ധമായ ശരിയായ ഒരു കാര്യം. എന്റെ സഹോദരനും അത് സ്വീകരിക്കണം, എങ്കിൽ മാത്രമേ എന്നെ പോലെ എന്റെ സഹോദരനും രക്ഷപ്പെടുകയുള്ളൂ എന്നതാണല്ലോ പ്രബോധനത്തിന്റെ പ്രധാനത. നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റവനും സ്വീകരിക്കണം, അതിനുവേണ്ടിയാണ് ഉപദേശിക്കുന്നത്. പക്ഷെ ഉപദേശങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ ഉപദേശം എങ്ങനെയായിരിക്കണം? ആദ്യം തന്നെ അവനെ ശത്രുവായി മാറ്റിക്കഴിഞ്ഞാൽ, അവനെ വെറുപ്പുള്ളവനായി മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യ സഹജ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. ആരും എത്ര സത്യം പറഞ്ഞാലും സ്വീകരിക്കില്ല. അപ്പൊ ഇനി ഞാൻ നീട്ടിക്കൊണ്ടുവരില്ല, ഞാൻ നിർത്താൻ പോവാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം പറയാം, നമ്മളെല്ലാം കൂടി ആലോചിക്കേണ്ട. എന്റെ മനസ്സിൽ വന്ന ആ ഖുർആൻ വചനം കേട്ടപ്പോണ്ടായിട്ടൊരു കാര്യം പറയാം. അതോടുകൂടി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയാനല്ല, ഓർമ്മപ്പെടുത്താൻ. നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ വിശ്വാസ ജീർണതകൾക്കും നമ്മളെ നോട്ടീസിലും നമ്മൾ സാധാരണ പറയാറാണ് പ്രവർത്തിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനമാണ്. പക്ഷെ നമ്മൾ അതിലും അപ്പുറമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തില് ഈ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കേടുവന്നത് നന്നാക്കുന്നതായിരുന്നല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുസ്ലിം സമുദായത്തിൽ ഇന്ന് ധാരാളം സംഘടനകളുണ്ട്, ദീനീ സംഘടനകൾ തന്നെയുണ്ട്. പക്ഷെ ഇങ്ങനെ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമായിരുന്നു. അതിന് തെളിവാണല്ലോ 1924 ജമിയത്തുൽ ഉലമായുടെ തെളിവ്. കിതാബുകളിൽ നിന്നുള്ള തെളിവുകളാണെന്ന് തെളിവായി സ്വീകരിക്കുക, അല്ലാതെ ഖുർആനും സുന്നത്തും അല്ലല്ലോ. ആ ദലീൽ എന്താന്ന് ചോദിച്ചപ്പോ നമ്മളുടെ മർഹൂം EK മൗലവി സാഹിബ്, ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഇങ്ങനെ ചില വിഷയങ്ങൾ കേട്ടപ്പോ പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് നിർത്തണമെങ്കിൽ നിർത്താം, പറഞ്ഞാൽ മതി. ഒരിടത്തും മിങ്കും ഉമ്മ ബിൽ മഅറൂഫ് എന്നുള്ള ആയത്ത് ഓതിയപ്പോ അപ്പോഴത്തന്നെ അവരുടെയൊക്കെ ആ നിഷ്കളങ്കത കൊണ്ടാണ് മനസ്സിലാക്കിയുള്ളത്. അത് ഖുർആൻ ആയത്തിന്റെ അത് ദലീലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി സംഘടിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം, അതുപോലെ തന്നെ സമുദായത്തിന്റെ ഐക്യം. ഈ പ്രസ്ഥാനം കേരളത്തിൽ സംഘടിതമായി തുടങ്ങുന്നത് ഐക്യസംഘത്തിലൂടെയാണ്. അതിന്റെ പ്രവർത്തനം, അതിന്റെ ശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ. ഈ സന്ദർഭമാണ് ഞാൻ പറയുന്നില്ല, ഞാനൊരു പാസിങ്ങിനല്ല വന്നപ്പോൾ ചെറുതായി ഓർമ്മയിൽ പറഞ്ഞത്. അങ്ങനെ എന്തുണ്ടായി? സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. 10-12 കൊല്ലം 932 വരെ ആ പ്രവർത്തനങ്ങൾ നടന്നു.
പിന്നീട് അതൊന്ന് മന്ദീഭവിച്ചു. അതിന്റെ ഫലമായാണ് കേരളത്തിലെ ഇന്ന് നമ്മൾ ഈ കാണുന്നതിനെല്ലാമുള്ള ഐക്യവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഓരോന്നായി എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മുസ്ലിങ്ങൾ ഒന്നായി രാഷ്ട്രീയ രംഗത്ത് സംഘടിക്കുവാനുണ്ടായ അവസരം ഇതൊന്നും ഞാൻ മാത്രം പറയില്ല, ചരിത്രകാരന്മാരൊക്കെ പറയുന്ന. പക്ഷെ അത് പല ആളുകളും മറച്ചു വെക്കുകയാണ്. ചിലരത് പറയാൻ തയ്യാറാവൂല, അതിനെ വിമർശിക്കാനും തയ്യാറാവും. അങ്ങനെയുള്ള ഒരു ഐക്യത്തിലൂടെ ഇന്ന് കേരള മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ ഈ രംഗത്തെത്തുവാനുണ്ടായിട്ടുള്ള അതുമാതിരിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതൊന്നും പറയാൻ പറ്റിയ സമയമല്ല. പക്ഷെ ഈ രംഗത്ത് എനിക്ക് മറ്റൊരു ഇവിടെ പണ്ഡിതന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ നിർത്താൻ പോവാണ്. ഒന്ന് പറയാനുള്ളത്, ഒന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രം, സമഗ്രമായ ഒരു ചരിത്രം, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാവർക്കും അത് കൈകാര്യം പഠിക്കാൻ പറ്റുന്ന നിലയിലുള്ള സമഗ്രമായ ഒരു ചരിത്ര ഗ്രന്ഥം തന്നെ ഞാൻ പറയട്ടെ. നമ്മുടെ ഈ ചരിത്രങ്ങളെല്ലാം തന്നെ പലതിലായിട്ട് പതറിക്കിടക്കുന്നുണ്ട്. ആർക്കും അത് ശ്രദ്ധിക്കാൻ കഴിയില്ല. പല സോപന്യതകളും പല പുസ്തകങ്ങളിലും പലരും എഴുതിയിട്ടുള്ളത്, മുസ്ലിങ്ങളും അല്ലാത്തവരും എഴുതിയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നെങ്കിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അതിന്റെ ശേഷമുള്ള പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഈ അന്നത്തെ നവോത്ഥാന നായകന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെങ്കിലുമുള്ള ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഈ സമുദായത്തിന്റെ നാശത്തിൽ നിന്ന് തടയാൻ വേണ്ടി പലപ്പോഴും അവരിറക്കിയിട്ടുള്ള ഫത്വകൾ ഉദാഹരണമായിട്ടൊന്ന് പറയാം. ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന തീവ്രവാദികൾ മറ്റവരൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാണ് അതിന്റെ തുടക്കം. എല്ലാ ത്യാഗങ്ങളും സഹിച്ചവർ ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായി ഞാൻ സൂചിപ്പിക്കുക, 10-800 കൊല്ലത്തോളം ഒരു മുസ്ലിം ഭരണം, ഇസ്ലാമിക ഭരണമെങ്കിൽ മുസ്ലിം ഭരണം, ആ മുസ്ലിം ഭരണത്തിൽ നിന്നാണ് ഇന്ത്യയിൽ മാത്രമല്ല മറ്റും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതിൽ നിന്നാണ് ബ്രിട്ടീഷ് വെള്ളക്കാർ നമ്മളുടെ ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അവനാന്റെ ആ ഒരു മാനസിക അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ എന്ന് വിദേശികൾ ഇവിടെ വന്നോ അന്ന് മുതൽ തുടങ്ങിയ സമരമാണ്. അവസാനം ആ സമരത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇന്ന് ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും സമൂഹം ഒരു യുദ്ധത്തിലേക്ക്, ആയുധമെടുത്തുകൊണ്ടുള്ള യുദ്ധത്തിലേക്ക് ഒരുങ്ങുന്ന, അല്ലെങ്കിൽ നാട്ടിലാകെ നാശമുണ്ടാകുകയും സമൂഹം ആകെ നശിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം നശിക്കുന്നപ്പോൾ അന്നത്തെ ഉന്നതനായ ഒരു സലഫി പണ്ഡിതന്റെ സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിച്ചതിന്റെ പേര് പറയാൻ ഇപ്പോൾ ഓർമ്മയില്ല, സമയമില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫത്വയായിരുന്നു വാസ്തവത്തില് അന്ന് ഈ ന്യൂനപക്ഷമായി സമൂഹത്തെ രക്ഷിച്ചത്. മനസ്സിലാക്കണം എന്താ അദ്ദേഹം അവർക്ക് ഫത്വ. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അങ്ങനെയുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇന്ത്യ ഒരു എന്താ പറയാ ദാറുൽ ഹറബല്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ചെയ്യാന്നുള്ളത് മുസ്ലിങ്ങളുടെ ബാധ്യതയല്ല, ഹറാമാണ് എന്നുള്ള ഒരു ഫത്വയിൽ നിന്നാണ് അന്നത് സ്വീകരിക്കാൻ തയ്യാറായതിന്റെ പേരിലാണ് അന്ന് സമൂഹത്തിന് നിലനിൽപ്പുണ്ടായത് എന്ന് പറഞ്ഞാൽ ആ തീവ്രമായ സ്വഭാവത്തെ എതിരിൽ വന്ന ഫത്വ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഭാവി തലമുറക്ക് ഇന്ന് തന്നെ ഇപ്പൊ നമ്മൾ കുറെയൊക്കെ കാര്യങ്ങൾ ഇത് അറിയുന്നവർ അല്ലെങ്കിൽ ആ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടവരായിട്ടാണ്, മറ്റു സമൂഹം ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമം, അത് ഏത് വിഭാഗമായാലും എല്ലാവരും കൂടി കൂടിയിട്ടായിരുന്നാലും സമഗ്രമായ ഒരു പഠനവും അങ്ങനെയുള്ള ചരിത്രവും ഇത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, അത് പറയാണ്ടായ കാരണം എന്താ വെച്ചാൽ ഇന്ന് എല്ലാവരും അവകാശപ്പെടുകയാണ്. അവകാശപ്പെടുന്നില്ല, അതിന്റെ ആളുകളായിട്ട് രംഗത്ത് വന്നിരിക്കുക. ഞാൻ പറയുന്നതോട് തെറ്റല്ല, എല്ലാം ഇതിന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണെന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞ സംഘടനയുടെ കാര്യം പറഞ്ഞപ്പോ ഈ അടുത്ത ദിവസം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി മഹത്വം പറഞ്ഞപ്പോ, അതുകൊണ്ട് ഇലക്ഷനിൽ മത്സരിച്ചു. ആ സമയത്ത് അബ്ദുറഹ്മാൻ സാഹിബിനെ മുട്ടേ അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്, ഒരു അനഫി ഷാഫി കൂടി മത്സരിച്ച കാര്യമൊക്കെ പറയണ്ടായി. ഒരു പണ്ഡിതന്റെ പറഞ്ഞു കേട്ടത്. അപ്പൊ അബ്ദുറഹ്മാൻ സാഹിബിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഷാഫി മദ്ഹബുകാരനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എന്തെന്ന് പറഞ്ഞാൽ അവസാനം കേട്ടത് പറയാം. അങ്ങനെ പല കാര്യങ്ങളും വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായാലും തന്നെ ആരും അവകാശപ്പെട്ടോട് തെറ്റല്ല. പക്ഷെ എല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞുപോയ ത്യാഗീവര്യന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തന ഫലമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മസലു കലിമത്തിൻ തയ്യിബ തുടങ്ങിയുള്ള ആ ആയത്തിൽ നമുക്കറിയാം, ഒരു മരം ഒരു വൃക്ഷത്തെ പോലെയാണ്. കലിമത്തും തയ്യിബ ഒരു വൃക്ഷത്തെ പോലെ. അതിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങി ഉറച്ചു നിൽക്കുന്നു. അതിന്റെ ബാക്കി ശാഖകളും ജില്ലുകളും എല്ലാം ഉയർന്ന് ആകാശത്തും എന്നും അത് പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കും.
അത് പഴങ്ങൾ എന്നവർക്കൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല മറ്റു സമൂഹങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ നിലനിർത്താൻ ഇന്ന് നമ്മുടെ പ്രവർത്തനം ഉപയുക്തമാണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏത് വിഭാഗമായാലും തിരക്കടില്ല. നിസ്സാരമായ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ട് അത് മാത്രമായി ജനങ്ങളുടെ ഹിദായത്ത് തടയുന്ന നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ആ സ്ഥിതിയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിന്റെ ഒരു മറുവശം പറയാം. ഈ ഒരവസ്ഥ മാറേണ്ടതുണ്ട്. സംഘടനയിലെ പരിശുദ്ധ ഖുർആൻ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആനും സുന്നത്തുമാണ് എന്ന് ഈ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തെ തൗഹീദ് മാത്രമല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. നിങ്ങൾ അതിന് തെളിവായിട്ട് ഞാനൊന്ന് പറയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന അൽ മുർഷിദ്, അൽ ഇത്തിഹാദ്, അതൊക്കെ അധികം പഴയ ആളുകളുടെ കയ്യിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ബൈൻഡ് ചെയ്ത് ഒന്നായിട്ട് ഗ്രന്ഥാക്കിയതൊക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ആ കാലഘട്ടത്തിൽ പത്തുബുകൾ, ഗയമോലിയുടെ പത്തുബുകൾ തുടങ്ങിയുള്ളതൊക്കെ ഉണ്ട്. അന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് അംഗീകരിപ്പിക്കാൻ ഈ മഹാന്മാരായ ആളുകൾ എത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ചെറുപ്പക്കാരോ പ്രത്യേകിച്ച് ഓർക്കുണ്ടാവില്ല. അതേ സമയത്ത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഹദീസും നേരിട്ട് പ്രമാണമായി സ്വീകരിക്കാനോ അത് നമുക്ക് വ്യാഖ്യാനിക്കാനോ അതനുസരിച്ച് കർമ്മം ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ സ്ഥാപിക്കാനായി ഖുർആൻ എവിടെ ഓതാനും ഏതായിട്ട് എന്തിനു ഉപയോഗിക്കാൻ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, ഹിദായത്ത് ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് തൗഹീദിന് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മളെ ഒരു വിഭാഗത്തിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മുമ്പത്തേക്കാൾ മനുഷ്യ ദൈവങ്ങളടക്കം ആരോ പറഞ്ഞതുപോലെ മുടി ആരാധന വരെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിലും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവമുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ട് ആളുകളുടെ ഹിദായത്ത് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കളും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെന്റെ ചില അഭിപ്രായമാണ്, ഇതിന്റെ ഗുണം ദോഷം ആരുടേതും പറയില്ല. എനിക്ക് തോന്നിയത് പറഞ്ഞതാണ്. ഞാനൊരു പണ്ഡിതനല്ല, അറിവുള്ള ആളല്ല. എനിക്ക് എന്റെ സ്വയം മനസ്സിൽ തോന്നിയത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനത്തെ അവസരം ഉണ്ടാവാൻ തോന്നിയതാണ്. വളരെ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഇതൊന്നും തന്നെ ഒരു കാര്യമായി ചർച്ചയാക്കേണ്ട വിഷയമല്ല. ഞാൻ ആരുമല്ല ഇതിലൊന്നും. എൻ്റെ ഒരു ചിന്തയിൽ നിന്ന്, ചെറിയ ചിന്തയിൽ നിന്ന്, ഞാനൊരു അറിവുള്ളവനല്ല, വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു.